നമസ്കാരം. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളം, കർണാടക, തെലങ്കാന എന്നീ സംസ്ഥാനങ്ങളിലെ കോൺഗ്രസ് മുന്നേറ്റമുണ്ടാകുമെന്ന് സർവേകൾ. കേരളത്തിൽ 20 ലോക്സഭാ മണ്ഡലങ്ങളിൽ കോൺഗ്രസ് മത്സരിക്കുന്ന മുഴുവൻ സീറ്റിലും കോൺഗ്രസ് തകർപ്പൻ ജയം സ്വന്തമാക്കുമെന്നും അതിലൂടെ കോൺഗ്രസ് മുന്നണി മത്സരിക്കുന്ന ഇന്ത്യാ സഖ്യത്തിന്റെ 20 സീറ്റുകളിലും UDF മുന്നണി കേരളത്തിൽ വിജയം നേടുമെന്നും ഈ സർവേ അഭിപ്രായപ്പെടുന്നു. അതുപോലെ തന്നെ തൊട്ട അടുത്തുള്ള സംസ്ഥാനമായ കർണാടകയിലെ 28 ലോക്സഭാ മണ്ഡലങ്ങളിൽ 20-ലധികം സീറ്റുകൾ കോൺഗ്രസ് നേടുമെന്നാണ് സർവേ പറയുന്നത്. DK ശിവകുമാറിന്റെയും സിദ്ധരാമയ്യയുടെ നേതൃത്വത്തിൽ ശക്തമായ പോരാട്ടം നടക്കുന്ന കർണാടകയിൽ BJP ക്യാമ്പിലെ അസ്വസ്ഥതകളും അതുപോലെ തന്നെ പടലപ്പിണക്കങ്ങളും പൊട്ടിത്തെറികളും വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുമെന്നും അതിലൂടെ BJPക്ക് കനത്ത തിരിച്ചടി ഉണ്ടാകുമെന്നും കോൺഗ്രസിന് വലിയ നേട്ടം കൊയ്യാൻ കഴിയുമെന്നാണ് ഈ സർവേ അഭിപ്രായപ്പെടുന്നത്. JDS തീർത്തും ദുർബലമാകുമെന്നും ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ സംസ്ഥാനത്ത് JDS തകർന്ന് തരിപ്പണമാവുമെന്നും സർവേ അഭിപ്രായപ്പെടുന്നു. അതുപോലെ തന്നെ കോൺഗ്രസ് BRSൽ നിന്നും ഭരണം പിടിച്ചെടുത്ത തെലങ്കാനയിൽ കോൺഗ്രസിന്റെ വലിയ മുന്നേറ്റമാണ് ഈ സർവേ പറയുന്നത്. തെലങ്കാനയിലെ 17 ലോക്സഭാ സീറ്റുകളിൽ 14-ൽ കൂടുതൽ സീറ്റുകൾ കോൺഗ്രസ് ഒറ്റയ്ക്ക് നേടുമെന്നാണ് സർവേ പറയുന്നത്. തെലങ്കാനയിലെ മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡിയുടെ ജനസ്വീകാര്യത കോൺഗ്രസിനെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വലിയ വോട്ട് ബാങ്കാക്കി മാറ്റാൻ കഴിയുമെന്നാണ് സർവേ അഭിപ്രായപ്പെടുന്നത്. KCRന്റെ BRS പാർട്ടി കേവലം ഒരു സീറ്റിൽ ഒതുങ്ങുമെന്നാണ് സർവേ പറയുന്നത്. തെലങ്കാനയിൽ കോൺഗ്രസ് സർക്കാരിന്റെ ജനകീയ പദ്ധതികൾ താഴെത്തട്ടിലെ ജനങ്ങൾക്കിടയിലെത്തിയത് കോൺഗ്രസിന് വലിയ നേട്ടമാകും ലോക്സഭാ തെരഞ്ഞെടുപ്പിലെന്നും അതുകൊണ്ട് തന്നെ വലിയൊരു മുന്നേറ്റമാണ് തെലങ്കാനയിൽ കോൺഗ്രസ് കാഴ്ചവെക്കാൻ പോകുന്നതെന്നുമാണ് സർവേ പറയുന്നത്.